നമസ്തേ, എല്ലാവർക്കും സുഖല്ലേ? ഫസ്റ്റിൽ തന്നെ സോറി, നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ. എനിക്കൊന്നും പറയാൻ ഒത്തിട്ടില്ല. അതൊക്കെ ഞാൻ പറയും, എൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. ആദ്യമായിട്ട് പറയട്ടെ, ഇതിന് സൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ കാര്യമായിട്ട് മൈക്ക്, സ്റ്റാൻഡ് അങ്ങനത്തെ യാതൊന്നുമില്ല, വെറും ഫോൺ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. പിന്നെ എൻ്റെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരണ്ട് കേട്ടോ. ഈ ഓൺ വോയിസിൽ ഇടാന്ന് വെച്ചാൽ തന്നെ ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ അപ്ലോഡ് ആവുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 5-6 പ്രാവശ്യം ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കും, ഡിലീറ്റ് ആക്കും, വീഡിയോ എടുക്കും, ഡിലീറ്റ് ആക്കും. അങ്ങനെ ചെയ്തിട്ട് ഇതന്നെ ഇപ്പോൾ ഇടണോ വേണ്ടിയോ എന്നുള്ളത് നോക്കിയിട്ടുള്ള അപ്ലോഡ് ചെയ്യുക കേട്ടോ. എന്താ അറിയില്ല, ഇപ്പോൾ കുറേ ആയില്ലേ വീഡിയോസ് ആയാലും. ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്, പക്ഷേ വീഡിയോസ് ആണെങ്കിലും മറ്റേ ലൈവിലാണെങ്കിലും വന്നിട്ട് കുറേ ആയില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, കോൺഫിഡൻസ് ഇല്ലായ്മ നല്ലോണം ഉണ്ട്. അപ്പോൾ ഈ ഓൺ വോയിസ് ഒന്ന് അപ്ലോഡായി ഓക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ വിവരങ്ങൾ ഞാൻ വഴിയെ പറയാം. നാട്ടിലത്തെ വിവരം, ഹസ്ബൻഡായാലും മക്കളായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹസ്ബൻഡും മക്കളും തറവാട്ടിലാണ്, അവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ സ്നേഹത്തിൻ്റെ ഒക്കെ ആയിട്ട് അവർ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറയുകയാണെന്ന് വെച്ചാൽ കുട്ടികൾ ഇങ്ങനെ അവർ പഠിക്കുന്നതാണല്ലോ. അപ്പോൾ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡെയിലി വിളിക്കുന്ന കാരണം വീഡിയോ കോളിൽ അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് നമ്മളടുത്ത് പറയാം, അമ്മ ഇങ്ങനെ ഉണ്ട്, ഡൗട്ടോ ഒന്ന് പറഞ്ഞാന്നൊക്കെ പറയും. അങ്ങനെ ഒരു ചാറ്റിംഗ് ഉണ്ട്, പഠനം കേട്ടോ. അങ്ങനെയായിട്ട് മക്കൾക്ക് പിന്നെ എന്താ പറയുക, പിന്നെ വീട്ടിലത്തെ വിശേഷം. അങ്ങനെ ഇവിടുത്തെ വിശേഷം ഞാൻ ഈ ഓൺ വോയിസ് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ആവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓൺ വോയിസിൽ വരുന്നുണ്ട്. ലൈവിൽ ഇപ്പോൾ തൽക്കാലം എന്തായാലും വരുന്നില്ല. നാട്ടിൽ ചെല്ലട്ടെ, എല്ലാവരുമായിട്ടും ഒരു ലൈവ് അടിക്കാം. ഓക്കെ, പിന്നെന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഞാൻ ഒന്നുകൂടി പറയണം, സോറി കേട്ടോ. ഓരോരുത്തർ മെസ്സേജ് ആയാലും എന്തെന്നായാലും ഓരോന്നായിരിക്കും. ചില സാഹചര്യങ്ങൾ നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിക്കണ മാതിരി എല്ലാം നടന്നോളണമെന്നില്ല. അപ്പം ചില സാഹചര്യങ്ങൾ അങ്ങനെ ആയി വന്നതുകൊണ്ട് മാത്രമാണ്. ആ സാഹചര്യം എന്താണോ ഏതാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഓക്കെ, അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, സഹോദരിയായാലും സഹോദരനായാലും ആരായാലും എൻ്റെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. ഓക്കെ.